നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോളേജ് ഗ്രൗണ്ടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് 1 ഗ്രാം മാരകരാസലഹരിയായ മെത്താംഫെറ്റമിൻ പിടികൂടി. മലപ്പുറം എക്സൈസ് ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് കൊണ്ടോട്ടിയിൽ കോളേജ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് മെത്താംഫെറ്റമിൻ പിടികൂടിയത്. ചുങ്കത്ര മാമ്പോയിലിൽ നിർമ്മാണത്തിലിരിക്കുന്ന കല്യാണ മണ്ഡപത്തിൽ വൻ തീപിടുത്തം. നിലമ്പൂർ വല്ലപ്പുഴ സ്വദേശി കിണറ്റിങ്ങൽ ജോൺ മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള കല്യാണ മണ്ഡപത്തിലാണ് അപകടമുണ്ടായത്. വളാഞ്ചേരിയിൽ വൻ ലഹരിവേട്ട. MDMAയും കഞ്ചാവും തിമിംഗല ഛർദിയുമായി യുവതിയടക്കം 3 പേർ പിടിയിൽ. നിലമ്പൂർ നഗരസഭയിലെ മോഡൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ സംഘടിപ്പിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിർവഹിച്ചു. നിലമ്പൂർ മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ ഓണം ആഘോഷിച്ചു. 1500-ലധികം ഭക്തജനങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. കോളേജ് ഗ്രൗണ്ടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് 1 ഗ്രാം മാരകരാസലഹരിയായ മെത്താംഫെറ്റമിൻ പിടികൂടി. മലപ്പുറം എക്സൈസ് ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് കൊണ്ടോട്ടിയിൽ കോളേജ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് മെത്താംഫെറ്റമിൻ പിടികൂടിയത്. ജില്ലയിൽ കോളേജുകളിൽ ഓണാഘോഷം നടക്കുന്നതിനാൽ എക്സൈസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. കോളേജ് ഗ്രൗണ്ടിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് സമീപം എക്സൈസ് വാഹനം എത്തിയപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന 3 ബിരുദ വിദ്യാർത്ഥികൾ ഇറങ്ങി ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ട് വാഹനം പരിശോധിച്ചപ്പോഴാണ് കാറിൽ നിന്നും രാസലഹരി കണ്ടെത്തിയത്. ഓടിപ്പോയ കണ്ടാലറിയാവുന്ന 3 പേരെ പ്രതി ചേർത്ത് എക്സൈസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാർ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. സർക്കിൾ ഇൻസ്പെക്ടർ PK മുഹമ്മദ് ഷഫീഖ്, പ്രിവന്റീവ് ഓഫീസർ അരുൺകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് നൌഫൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ധന്യ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചുങ്കത്ര മാമ്പോയിലിൽ നിർമ്മാണത്തിലിരിക്കുന്ന കല്യാണ മണ്ഡപത്തിൽ വൻ തീപിടുത്തം. നിലമ്പൂർ വല്ലപ്പുഴ സ്വദേശി കിണറ്റിങ്ങൽ ജോൺ മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള കല്യാണ മണ്ഡപത്തിലാണ് അപകടമുണ്ടായത്. ഞായറാഴ്ച കല്യാണ ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നതിനാൽ അവസാനഘട്ട ഇൻഡസ്ട്രിയൽ ജോലികൾ തിരക്കിട്ട് നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. വൈകുന്നേരം 5 മണിയോടെയാണ് മണ്ഡപത്തിൽ തീ പടർന്നു പിടിച്ചത്. വിവരം പറഞ്ഞ് നിലമ്പൂരിൽ നിന്നും സ്റ്റേഷൻ മാസ്റ്റർ ബാബുരാജ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ യൂസഫ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. അപകടത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമായിട്ടില്ലെന്നും സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വളാഞ്ചേരിയിൽ വൻ ലഹരിവേട്ട. MDMAയും കഞ്ചാവും തിമിംഗല ഛർദിയുമായി യുവതിയടക്കം 3 പേർ പിടിയിൽ. കാവുപുറത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തുവെന്ന സംഘത്തെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. റെയ്ഡിൽ 43 ഗ്രാം MDMA, 4 കിലോയിലധികം കഞ്ചാവ്, തിമിംഗല ഛർദി, ആംബർഗ്രീസ് എന്നിവ പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണി സ്വദേശി കല്ലൻ നാസർ, ലക്ഷദ്വീപ് സ്വദേശികളായ മുഹമ്മദ് റാഷിദ്, ഹുസ്നി മുബാറക് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാവുംപുറത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്ന പ്രതികൾ ഈ വീട് കേന്ദ്രീകരിച്ചാണ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസ് നടത്തിവരുന്ന ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി വളാഞ്ചേരി പോലീസ് അറിയിച്ചു. നിലമ്പൂർ നഗരസഭയിലെ മോഡൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ സംഘടിപ്പിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം
നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ച വിവിധ ഭക്ഷ്യവിഭവങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓണച്ചന്ത സംഘടിപ്പിക്കുന്നത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ചന്ത എല്ലാവർക്കും എത്തിച്ചേരുവാൻ കഴിയുന്ന രീതിയിൽ നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡ് സൈഡിലെ വിശാലമായ റൂമിലാണ് തുടങ്ങിയത്. ഉദ്ഘാടന ചടങ്ങിൽ CDS പ്രസിഡന്റ് സാലി ബിജു അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കൽ ആദ്യ വിൽപ്പന മെമ്പർ സെക്രട്ടറി വിനോദിന് നൽകി നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ മേരീസ് ഷിബു, കൌൺസിലർമാരായ ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ, ഷഫീഖ് മണലോടി, റുബീന ബേവി, CDS ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് സാജിദ, നിഷ, ആമിന KV, നിഷിത തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിനും വനിതാ സംരംഭകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അവസരമൊരുക്കുന്നതിനും ഓണച്ചന്ത ലക്ഷ്യമിടുന്നതായി സംഘാടകർ അറിയിച്ചു. നിലമ്പൂർ മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ ഓണം ആഘോഷിച്ചു. 1500-ൽ അധികം ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഓണസദ്യയിൽ 14-ലധികം വിഭവങ്ങളും പാലട പ്രഥമനും ഭക്തജനങ്ങൾക്ക് ഓണസദ്യയായി വിളമ്പി. ക്ഷേത്ര മാതൃസമിതി അതിമനോഹരമായ പൂക്കളം തീർത്തിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് P. രാമസ്വാമി, സെക്രട്ടറി MK ബാലകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങളായ K. കുശലൻ, TG ഗോപകുമാർ, KS ഉണ്ണികൃഷ്ണൻ, C. ഹരിദാസ്, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ശോഭിക വെഡിങ്സ് നിലമ്പൂർ ഷോറൂമിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് K. മേനോൻ, സ്റ്റേജ് നടൻ നിലമ്പൂർ മണി, ശോഭിക വെഡിങ്സ് ഡയറക്ടർ ഷംസുദീർ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. ശോഭിക വെഡിങ്സ് സ്റ്റോർ മാനേജർ ഷാക്കിർ, HR എക്സിക്യൂട്ടീവുമാരായ ഷാഹിനു, ശിഖ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഷോറൂം ഇൻചാർജ്, ഫ്ലോർ മാനേജർമാർ, ഫ്ലോർ ഇൻചാർജുമാർ, സെഷൻ ഇൻചാർജുമാർ എന്നിവർ പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം നൽകി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ജീവനക്കാർക്കായി വിവിധ കലാപരിപാടികളും രസകരമായ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ജീവനക്കാരുടെ കൂട്ടായ്മയും സൗഹൃദവും ആഘോഷമാക്കി മാറ്റിയ പരിപാടി ശ്രദ്ധേയമായി. ഓണത്തിന്റെ പാരമ്പര്യവും ഐക്യവും പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കും സമീപവാസികൾക്കുമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു. എല്ലാവരെയും ഒരുമിപ്പിച്ച ഈ ഓണാഘോഷം ശോഭിക വെഡിങ്സ് നിലമ്പൂർ ഷോറൂമിലെ സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും മനോഹരമായ അനുഭവമായി മാറി. നിലമ്പൂർ റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റും അസിസ്റ്റന്റ് ഗവർണറുമായിരുന്ന M. ഷാനവാസിന് നാഷണൽ ലോട്ടറി ചാമ്പ്യൻ അംഗീകാരം ലഭിച്ചു. ഹൈദരാബാദിൽ വെച്ച് നടന്ന ചടങ്ങിൽ റോട്ടറി ഇന്റർനാഷണൽ പ്രസിഡന്റ് ഒലയിങ്ക ഹക്കീം ബാബലോലയിൽ നിന്നും അദ്ദേഹം പുരസ്കാരം സ്വീകരിച്ചു. റോട്ടറിയിലെ സമർപ്പിത സേവനം, മാതൃകാപരമായ നേതൃത്വം, സംഘടനയ്ക്ക് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ഈ അംഗീകാരം. റോട്ടറിയുടെ സർവീസ് എബവ് സെൽഫ് എന്ന മഹത്തായ ആശയം മുൻനിർത്തി നടത്തിയ പ്രവർത്തനങ്ങളും സാമൂഹിക സേവന രംഗത്തെ ഇടപെടലുകളും അംഗീകാരത്തിന് അർഹനാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.